ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം കേരളൈറ്റ്. ഇന്ന് തായ്ലൻഡിലേക്ക് പോകുന്ന വീഡിയോകളാണ് കാണുന്നത്. ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഖത്തറിൽ നിന്ന് ഞങ്ങൾ തായ്ലൻഡ് ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് വരാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യം എടുത്ത ഹോട്ടലിൻ്റെ ദൃശ്യങ്ങൾ ഇനി കാണാം. ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് തായ്ലൻഡിലും. അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസായിരുന്നു. രാവിലെയൊക്കെ നല്ല ക്ലൈമറ്റാണ്, നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് തന്നെയാണ്. ഹോട്ടലിനുള്ളിൽ പൂച്ചയായിട്ട് നവാക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂച്ചയായിട്ട് നന്നായി എൻജോയ് ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇനി പുറത്തേക്ക് നമ്മൾ പോകുന്നതും അവിടെ വെച്ച് ഒരു ഓട്ടോറിക്ഷക്കാരനെ പരിചയപ്പെട്ട് ഞങ്ങൾ കുറച്ച് പ്ലേസൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഞങ്ങൾ ഡോൾഫിൻ ഷോ കാണാനാണ് പോയത്. അത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസായിരുന്നു ഫുക്കറ്റിലെ ഡോൾഫിൻ ഷോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രാജ്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. ടൂർ ഗൈഡൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം കണ്ടുപിടിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് തായ്ലൻഡുകാരനായ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളോട് ഇങ്ങനെ കുറച്ച് പ്ലേസുകളൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടെ എത്തി. നീർനായയും ഡോൾഫിനും ഒക്കെ നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ അവസാനം വരെ കണ്ടിരിക്കാൻ തോന്നും. നിങ്ങളും അവസാനം വരെ കണ്ട് എൻജോയ് ചെയ്യണം. വീഡിയോ ഇതുപോലുള്ളതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഐ ആം കേരളൈറ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. ട്രെയിനേഴ്സൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരോടൊപ്പം എൻജോയ് ചെയ്ത് ഷോ കാണിക്കുകയാണ്. തായ്ലൻഡിൽ നമുക്കൊരുപാട് വിദ്യാഭ്യാസമുള്ളവരെയൊന്നും കാണാൻ സാധിക്കത്തില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ തന്നെ അവർക്ക് ലാംഗ്വേജ് ഒന്നും ഇംഗ്ലീഷ് അങ്ങനെയൊന്നും അറിയില്ല. അവരുടെ ഭാഷ മാത്രമാണ് അറിയുന്നത്. അതുപോലെ ഫുഡൊക്കെ ആണെങ്കിലും തായ്ലൻഡ് ടച്ചോടുകൂടിയുള്ള ഫുഡാണ്. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്താലും നമുക്ക് കിട്ടുന്നതെങ്കിലും ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ലത് കിട്ടും, നമ്മുടെ ഇന്ത്യൻ്റെ ടേസ്റ്റ് ഉള്ളത് തന്നെ കിട്ടും. പക്ഷേ ചിലയിടത്ത് നമുക്ക് അവരുടെ ഒരു ടച്ചൊക്കെ കാണാം. പക്ഷേ കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെയാണ് ഇന്ത്യൻ ഫുഡ് ഓർഡർ ചെയ്താൽ. ഈ തായ്ലൻഡിലെ ആണെങ്കിൽ തായ് ഫുഡ് കുറേയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മടുക്കത്തില്ല. പിന്നെ കുറേയൊക്കെ ട്രൈ ചെയ്ത് മടുത്ത് നമ്മുടെ നാട്ടിലെ ഫുഡിലെ മിസ് ചെയ്യുമ്പോൾ നമ്മളിതുപോലുള്ള ചെറിയ ഫുഡൊക്കെ അല്ലെങ്കിൽ നമ്മൾ നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കരുതുന്നത്, ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു മടുത്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ റൈസ് എന്തായാലും കിട്ടും. പിന്നെ ബാങ്കോക്കിൽ നമ്മളിവിടുന്ന് ഫുക്കറ്റ് കഴിഞ്ഞ് ബാങ്കോക്കിൽ പോകുന്നുണ്ട്. ബാങ്കോക്കിൽ പോകുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ബാങ്കോക്കിൽ പോയിട്ടുള്ള അവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളിടത്തെല്ലാം അത്യാവശ്യം നല്ല ഫുഡ്, തമിഴ് സ്റ്റൈല് ഫുഡ് എല്ലാം നല്ല അടിപൊളിയാണ്. അവിടെ ശരിക്കും ഒരു ഭയങ്കര തിരക്കേറിയൊരു സ്ഥലമാണ്. ഇവിടെയും ചില ഭാഗങ്ങൾ തിരക്കേറിയതും ചില ഭാഗങ്ങൾ സാധാരണ രീതിയിലുള്ളതുമാണ്. പക്ഷെ ബാങ്കോക്കിൽ ഫുള്ള് എല്ലാ രാജ്യക്കാരും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യയിലാണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെയാണ്. ശരിക്കും അവിടെ കച്ചവടങ്ങളുടെ ബഹളമാണ്. ഒരുമിച്ച് ഒരു തുണിയാണെങ്കിലും ഒക്കെ നമുക്ക് ഒന്നിച്ച് എടുത്ത് ഹോൾസെയിലായിട്ട് എടുത്ത്
ഒത്തിരി അവർ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് കെട്ടുകണക്കിന് വെച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ ഹോട്ടലുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് വിലക്കുറവിൽ ഒക്കെ അവർക്ക് കിട്ടും. അങ്ങനെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ബിസിനസ് ഏരിയ കൂടെയാണ് ബാങ്കോക്ക്. ഒരുപാട് ഡ്രസ്സിൻ്റെ, ഫുഡിൻ്റെയൊക്കെ സ്ട്രീറ്റുകളൊക്കെ ബാങ്കോക്കിലും അതുപോലെ ഫുക്കറ്റിലും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ഡോൾഫിൻ്റെ ഓരോ പ്രകടനങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണെന്ന്. നമ്മളറിയാതെ എൻജോയ് ചെയ്ത് അവിടെ തന്നെ ബോറടിക്കാതെ ഇരുന്ന് പോവും. അവിടെ നിങ്ങൾ ഫുള്ളായിട്ട് ഇത് വാച്ച് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.